റിയൽമിയുടെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി 12 Pro Plus. അതുപോലെ തന്നെ റെഡ്മിയുടെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 13 Pro Plus. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12 Pro Plusഉം അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 Pro Plusഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plusൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 13 Pro Plusൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, പക്ഷേ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. റിയൽമിയിൽ ഫുൾ HD റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ റെഡ്മിയിൽ നമുക്ക് 1.5K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്, കൂടുതൽ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്, എന്നാൽ റെഡ്മിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. റിയൽമിയിൽ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. റെഡ്മിയിൽ 1920 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 nits ആണ്. റെഡ്മിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 nits ആണ്. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ റെഡ്മിയിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റെഡ്മിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. റിയൽമിയിൽ ഡ്രാഗൺ ട്രെയിലിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ റെഡ്മിയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ്മിയുടെ ഫ്രണ്ടിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റെഡ്മി ആയിരിക്കും. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്, 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റെഡ്മി ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 196 ഗ്രാമാണ്, റെഡ്മിയുടെ വെയിറ്റ് വരുന്നത് 205 ഗ്രാമാണ്. വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല, എന്നാലും സ്ലൈറ്റ്ലി വെയിറ്റ് കുറവ് റിയൽമിക്കാണ്. പിന്നെ റിയൽമി 12 Pro Plusൻ്റെ തിക്നെസ് വരുന്നത് 8.75 mm ആണ്. റെഡ്മിയുടെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിലും വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ റിയൽമിയിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ റെഡ്മിയിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയിൽ MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ ഇതിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് വരുന്നത് MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഒരു അഡ്വാൻറ്റേജ് വരുന്നത് റെഡ്മിക്കാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത് മാത്രമല്ല, റെഡ്മിയിൽ LPDDR5ൻ്റെ റാം വരുന്നുണ്ട്, റിയൽമിയിൽ LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റാം ടൈപ്പ് റെഡ്മിയിൽ വരുന്നുണ്ട്. ഇതും പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ റിയൽമിയിൽ 9 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, റെഡ്മിയിൽ 10 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. പക്ഷേ റെഡ്മിയുടെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വിലയുടെ കാര്യം ശ്രദ്ധിക്കുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലാണ് വരുന്നത്. റിയൽമിയിലും ഇതേ ഒരു വെർഷൻ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഫോണുകളുടെയും ഈ വെർഷൻ്റെ വില സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളും സെയിം പ്രൈസ് റേഞ്ചിലാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. റെഡ്മിയിൽ 12GB റാം 512GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇങ്ങനൊരു വെർഷൻ റിയൽമിയിൽ വരുന്നില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റെഡ്മിയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ റിയൽമിയിൽ ഈ ഒരു ഫീച്ചർ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല റെഡ്മിയിൽ NFC എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
റിയൽമിയിൽ ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിലും റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഇതിൽ റിയൽമിയിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. എന്നാൽ റെഡ്മിയിൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റിയൽമിയിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുകയുള്ളൂ. എന്നാൽ റെഡ്മിയിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് 16 വരെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. റിയൽമിയിൽ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX 890 മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. റെഡ്മിയിൽ 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇതിലും OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയിൽ 64 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. എന്നാൽ റെഡ്മിയിൽ വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ പിക്സൽ മാക്രോ ലെൻസാണ് വരുന്നത്. അപ്പം റിയൽമിയിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. റെഡ്മിയിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും റിയൽമി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. റിയൽമിയിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. റെഡ്മിയിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം റെഡ്മിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റെഡ്മി ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8GB RAM 256GB ഇൻ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷൻസിൻ്റെ രണ്ട് ഫോണിൻ്റെയും വില സെയിം ആണ്, 31,999 രൂപയാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 12GB RAM 256GB ഇൻ്റേണൽ വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെയും വില സെയിം ആണ്, 33,999 രൂപയാണ്. പിന്നെ റിയൽമിയിൽ 8GB RAM 128GB ഇൻ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. റെഡ്മിയിൽ ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. പിന്നെ റെഡ്മിയിൽ 12GB RAM 512GB ഇൻ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. അപ്പം വിലയുടെ കാര്യത്തിൽ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില സെയിം ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ റിയൽമിയിൽ നമുക്ക് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു വെർഷൻ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റ് 30,000 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. റെഡ്മിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. LPDDR5 റാമും ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഡിസ്പ്ലേ, അല്ലാന്നുണ്ടെങ്കിൽ പെർഫോമൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ Redmi Note 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ Realme 12 Pro Plus നോക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.